ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ഓഫീസ് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ തലസ്ഥാനമായ ടെഹ്റാനിലെ സർക്കാർ കെട്ടിടങ്ങളടക്കം തകർത്തുവെന്നും ഇസ്രായേൽ അറിയിച്ചു. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, ടെഹ്റാനിലെ സർക്കാർ കെട്ടിടങ്ങളടക്കം തകർത്തുവെന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. 40-ലധികം കെട്ടിടങ്ങൾ തകർത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ, ഇറാൻ തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ 4 മിസൈലുകളാണ് അയച്ചത്. 4 മിസൈലുകളും കപ്പൽ പതിച്ചെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അമേരിക്ക ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഈ വാർത്തകളൊന്നും തന്നെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാവികസേനയുടെ ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. ആ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള അബ്രഹാം ലിങ്കന്റെ പേരിലുള്ള 3ാമത്തെ നാവികസേന കപ്പൽ, ആ കപ്പലിന് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഈ വാർത്തകളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. അതിലൊന്നും തന്നെ ഒരു വ്യക്തത അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ അമേരിക്ക തിരിച്ചടിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അമേരിക്ക തിരിച്ചടിച്ചിരിക്കുകയാണ്. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ കപ്പൽ മുക്കിയെന്ന് അമേരിക്കൻ സൈന്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കപ്പൽ നിലവിൽ ചാബഹാർ തുറമുഖത്ത് ഒമാൻ ആഴക്കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാൻ അമേരിക്കക്കെതിരെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ അമേരിക്ക തിരിച്ചടിച്ചിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്ന മറ്റൊരു പ്രതികരണം എന്ന് പറയുന്നത് 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നിപ്പോൾ അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് ഇറാൻ ആക്രമണം ഓരോ ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കൂടുന്തോറും കടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗ്ചി ഒരു പ്രസ്താവന അടക്കം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ നേതാവിനെ വിദേശ ശക്തികൾ കൊലപ്പെടുത്തുന്നത് തികച്ചും അത്ഭുതപൂർവവും അന്താരാഷ്ട്ര നിയമത്തിന്റെ വലിയ ലംഘനവുമാണ്. പല രാജ്യങ്ങളും തങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്, ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേലും US-ഉമാണ്. അവരായി തുടങ്ങിയ യുദ്ധമാണ്, അവരായി തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങളെ മറ്റു രാജ്യങ്ങൾ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ഈ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ കടുത്ത പ്രഹരങ്ങളായിരുന്നു ഇറാന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിന് ഓരോന്നിനും ഇപ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുണ്ടായിരുന്ന അലി ഖമേനിയെ കൊലപ്പെടുത്തിയത് ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ വളരെ തിരിച്ചടിക്കുകയായിരുന്നു ഇറാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറാനിലെ ജനങ്ങളടക്കം തന്നെ തെരുവിലേക്ക് ഇറങ്ങുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ഈ ജനങ്ങളടക്കം ഉയർത്തിയ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തിരിച്ചടി നൽകണമെന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ജനങ്ങളടക്കം തെരുവിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ ഇറാൻ ഇറക്കിയ പ്രസ്താവന എന്ന് പറയുന്നത് തങ്ങൾക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല, തങ്ങൾ തിരിച്ചടി നൽകും, ഇത് പ്രതികാരം തീർക്കും, തങ്ങൾക്ക് കിട്ടിയതിനെല്ലാം തങ്ങൾ തിരിച്ചടി നൽകുമെന്നായിരുന്നു ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഈ ഇറാന്റെ പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിരുന്നതും ഇത് തന്നെയാണ്. തങ്ങൾ പ്രതികാരം ചെയ്യും, അത് തങ്ങളുടെ അവകാശമാണ്, തങ്ങളുടെ ഉത്തരവാദിത്തമാണ്, തങ്ങളുടെ പരമോന്നത നേതാവിനെയാണ് അവർ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണം കൊലപാതകമാണ്. ആ കൊലപാതകത്തിന് പിന്നിൽ അമേരിക്കയാണ്. അമേരിക്കയെ തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പദ്ധതിക്ക് ഈ ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഘർഷത്തിന് ഇറാൻ നൽകിയ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4. ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4-ലൂടെ ഞങ്ങൾ പ്രതികാരം വീട്ടുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം
എന്ന് പറയുന്നത് നിലവിൽ ഇറാൻ ഭരിക്കുന്നത് നിലവിൽ ഇറാന്റെ ഭരണം എന്ന് പറയുന്നത് 3 അംഗ സമിതിക്കാണ്. ആയത്തുള്ള അറാഫിയും പ്രസിഡന്റും ചീഫ് ജസ്റ്റിസും അടങ്ങിയ 3 അംഗ സംഘം. ഈ 3 അംഗ സംഘമാണിപ്പോൾ ഇറാന്റെ ഭരണം അല്ലെങ്കിൽ ഇറാന്റെ ഭരണ ചുമതലയുള്ളത്. പുതിയ ഒരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഈ 3 അംഗ സമിതി ആയിരിക്കും, അല്ലെങ്കിൽ ഈ 3 അംഗമായിരിക്കും ഈ നടപടിക്രമങ്ങൾക്കടക്കം തന്നെ നേതൃത്വം നൽകുക എന്നതും വ്യക്തമാക്കുന്നുണ്ട്. അതും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഒരു 3-4 ദിവസത്തിനകം തന്നെ തങ്ങൾ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുക എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായി തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 10 പേരാണ് ഇസ്രായേൽ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇസ്രായേൽ വ്യക്തമാക്കുന്ന കാര്യം ഇറാൻ തിരിച്ചടിക്കുന്നത് മുഴുവൻ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ്. ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ നേരത്തെ 10 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. കെട്ടിടങ്ങളിലടക്കം തന്നെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഇനിയും ഏറുന്നുണ്ടെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അമേരിക്കയാണെങ്കിലും സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നേരിടുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്കയുടെ പടക്കപ്പലിന് നേരെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇറാന്റെ നോട്ടം എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെയാണ്. അമേരിക്കയാണ് ഈ യുദ്ധങ്ങൾക്കടക്കം തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പരമോന്നത നേതാവ് 1989 അദ്ദേഹം ചുമതലയേറ്റത് മുതൽ തന്നെ അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ലക്ഷ്യം വെക്കുന്നത് ഇറാനെ തന്നെയായിരുന്നു. ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു പ്രധാനമായും അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കേന്ദ്രീകരിച്ചിട്ടുള്ള പല തവണയായി യുദ്ധങ്ങൾ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പലപ്പോഴായി ഇറാന്റെ നിലപാടുകൾക്കടക്കം തന്നെ അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പലപ്പോഴായി ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ശീലം അത് ഇറാൻ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കടക്കം തന്നെ അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു ആക്രമണത്തിനടക്കം തന്നെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ അവരുടെ ഈ ആയുധ ശേഖരങ്ങൾ പിടിച്ചെടുക്കുക, ആ ഭരണം പിടിച്ചെടുക്കുക, ഇറാന്റെ ഭരണം പിടിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഈ 2 രാജ്യങ്ങളും ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നീട് ആക്രമണം നടത്തുന്നു. ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഒരു തരത്തിലുള്ള മാർഗവും വെക്കാതെയായിരുന്നു ഈ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രധാനമായും ഈ ഇറാന്റെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് ഈ പരമോന്നത നേതാവ് ഭരിക്കുന്ന കാലം തൊട്ട് 4.5 പതിറ്റാണ്ടാണ് അദ്ദേഹം ഇറാൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലം മുതലുള്ള അവരുടെ സ്ലോഗൻ എന്ന് പറയുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നതായിരുന്നു. അതായത് അമേരിക്കയെ കൊല്ലണം, ഇസ്രായേലിനെ കൊല്ലണം എന്നൊരു മുദ്രാവാക്യം. ആ ഒരു മുദ്രാവാക്യമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് പ്രതിഷേധമടക്കം പിന്നീട് ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈന, തുർക്കി, റഷ്യ. ഈ രാജ്യങ്ങളടക്കം തന്നെ ഈ ശക്തമായി ഈ പരമോന്നത നേതാവിന്റെ ഭരണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇറാനെ പിന്തുണച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ, കൊറിയ അടക്കമുള്ള രാജ്യങ്ങളടക്കം തന്നെ കൊറിയ അടക്കമുള്ളവർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹമാസ് അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ ഇറാന് ലഭിക്കുന്നു. പക്ഷെ ഒരു പക്ഷത്ത് നോക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങൾ ഇറാനെ വിളിക്കുന്നു, പ്രതിരോധത്തിലാക്കുന്നു, സമ്മർദ്ദത്തിലാക്കുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പറയുന്നത് തങ്ങളോടല്ല, മറ്റു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെ കൊല്ലപ്പെട്ടതിനു ശേഷം ഇറാന്റെ തിരിച്ചടി വലിയ രീതിയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചു എന്നൊരു വിവരമാണ് ഈ നിമിഷത്തിൽ ലഭിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ കപ്പലാണ് ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്നൊരു വിവരം ലഭിച്ചിരിക്കുന്നത്. 4 മിസൈലുകൾ അയച്ചിട്ടുണ്ട് എന്നും, പക്ഷേ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്.